Hello, good morning. What's up? How are you? Fine. Okay. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഇന്നലൊക്കെ നമ്മൾ മാർക്കറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? മാർക്കറ്റിൽ നമ്മൾ അനാലിസിസ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ല. മാർക്കറ്റ് ഗോൾഡിന്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഓൾ ടൈം ഹൈയിലാണ്. നമ്മൾ വെയിറ്റ് ഇരിക്കേണ്ടി വരും. മാർക്കറ്റിൽ ഒരു പ്രോപ്പർ എക്സ്പാൻഷൻ മൂവ്മെന്റ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. GBP യൂറോയിലൊക്കെ കൺജസ്റ്റഡ് ഏരിയാസ് ആണ്, ഒരു നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിയർലി അതുപോലെ തന്നെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. പ്രോപ്പർ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും തന്നിട്ടുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നോക്കാം മാർക്കറ്റിൽ എങ്ങനെയാണ് മൂവ്മെന്റ് എന്നുള്ളത്. അപ്പൊ ഗോൾഡിനെ സംബന്ധിച്ചിട്ട് ഓൾ ടൈം ഹൈയിലോട്ട് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ മാർക്കറ്റിൽ ഒരു സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ലിക്വിഡിറ്റി പോയിന്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം അടുത്ത ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ വേണ്ടിയിട്ട്. അതുവരെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മേ ബി വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ ഗോൾഡിൽ നമ്മൾ ഇതായിരുന്നു ഇന്നലെ ലേറ്റസ്റ്റ് ഉണ്ടാക്കിയ ഹൈ പോയിന്റ് വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ഒരു ബൈ നോക്കാം, അല്ലെങ്കിൽ ബൈ സൈഡ് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. ഇവിടുന്ന് ഒരു ബൈ നോക്കാം, അതല്ല ഇവിടുന്നൊക്കെ നല്ല ഡയറക്റ്റ് ബൈ നോക്കാന്നുള്ള ലെവലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല, അങ്ങോട്ടൊന്നും എന്ത് ചെയ്തിട്ടില്ല, എത്തിയിട്ടുണ്ടായിരുന്നില്ല അല്ലെ. മാർക്കറ്റ് നേരെ എന്ത് ചെയ്തു, ഈ ഒരു ഹൈനെ കൺഫേം ചെയ്തിട്ട് ഇതിനെ വീണ്ടും മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ആക്കി അല്ലെ. ഇത് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ആവുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു ലോവസ്റ്റ് പോയിന്റ് എന്തായി, ഹയർ ലോ ആയിട്ട് കൺഫേം ആയി. ഓക്കെ, സോ ഇവിടെ വീണ്ടും ഒരു ഹൈ കൺഫേം ആയി. അപ്പൊ ഇന്നത്തെ നമ്മളെ പ്ലേ ഗ്രൗണ്ട്, നമ്മളെ ട്രേഡിംഗ് റേഞ്ച് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഈ ഒരു രണ്ട് പോയിന്റ്സുകളാണ്. ഓക്കെ, ഇതാണ് നമ്മളെ പ്ലേ ഗ്രൗണ്ട് അല്ലെ. മാർക്കറ്റ് ഓൾറെഡി ഡിസ്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഡിസ്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. മാർക്കറ്റ് മേ ബി ഇവിടുന്ന് എവിടുന്നും വരാം, എന്തിന് പോകാം, ഒരു ബൈ സൈഡ് മൂവ്മെന്റ് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ നോക്കുന്നത് ഇവിടുന്ന് മാത്രം എന്ത് ചെയ്യാം, നിങ്ങൾ ഒരു ഡയറക്റ്റ് എൻട്രിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് മാത്രം ഡയറക്റ്റ് ബ്ലൈൻഡ്ലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറാൻ പറ്റും. ഈ ഒരു ഏരിയനെ പ്രിസൈസ് ചെയ്തിട്ട് കയറാൻ പറ്റും. ഇതിന്റെ ഉള്ളിൽ നിന്ന് എവിടുന്ന് മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിലും ഒരു കണ്ടിന്യൂഷൻ നോക്കിയിട്ട് മാത്രം പോവുക. കാരണം ഓൾ ടൈം ഹൈയിലാണ്. മാർക്കറ്റിന് ഇവിടുന്ന് എടുക്കാനുള്ള ലിക്വിഡിറ്റീസ് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്നുള്ള കംപ്ലീറ്റ് ലിക്വിഡിറ്റീസ് ആക്കി എടുത്ത് ഈ ഒരു ലോനെ വരെ ലിക്വിഡിറ്റി ആക്കി എടുത്തിട്ട് മേ ബി എന്ത് ചെയ്യാം, ഇവിടുന്ന് കയറി പോകാം. ഓക്കെ, അപ്പൊ ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് എൻട്രി നോക്കാം, പ്രിസൈസ് ചെയ്തിട്ടുള്ള എൻട്രീസ് നോക്കാം. അതല്ലാണ്ട് നമ്മൾ ഇതിന്റെ ഉള്ളിൽ നിന്നും ബ്ലൈൻഡ്ലി എൻട്രി പോയിട്ട് എടുക്കാത്തതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ പറയുന്നത്. ഓക്കെ, കാരണം ഇതൊക്കെ എന്താണ്, കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഇതൊക്കെ മേ ബി വൈപ്പ് ഔട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ പോയിന്റുകൾ ഇവിടുന്നൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കാം. ഇവിടെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, സ്ട്രോങ് ആയിട്ട് വരുന്ന ഈ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇത് നോക്കാം, ഈ ഓൾറെഡി ടാപ്പ് ചെയ്ത് മിറ്റിഗേറ്റ് ചെയ്തിട്ടുള്ള ഏരിയ ആണ്. അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഫ്രഷ് ഏരിയ ഒന്നല്ല, ശേഷിന്റെ ലോ ആണ്. അപ്പൊ ഇവിടുന്ന് മാർക്കറ്റിന് ആവശ്യമുള്ള ലിക്വിഡിറ്റി കിട്ടി ഇവിടുന്ന് മാർക്കറ്റ് മൂവ് ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മീഡിയം റിസ്ക് എൻട്രിയോ ലോ റിസ്ക് എൻട്രിയോ ആക്കിയിട്ട് എന്ത് ചെയ്യാം, ഇവിടുന്ന് കയറാം. കൺഫർമേഷൻ എൻട്രി മാത്രം. അതല്ല ഇത് കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ട് ചെയ്ത് വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, വൈപ്പ് ഔട്ട് ചെയ്ത് വരികയാണെങ്കിൽ ട്രെൻഡ് എന്താവും, ഇത് ഈ ഒരു ഏരിയ ബ്രേക്ക് ആവുന്നതോടുകൂടി ചേഞ്ച് ആവും. ഇവിടുന്ന് ഒരു പ്യൂർലി നമുക്കൊരു 1:3 എന്ത് ചെയ്യാം, ക്യാച്ച് ചെയ്യാം. വലിയ റിവാർഡിലോട്ട് പോകരുത്. മേ ബി അതൊരു പുൾ ബാക്ക് ആയിട്ട് താഴത്തോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് 15 മിനിറ്റ് എന്താകും, ഡൗണിലോട്ട് ചേഞ്ച് വരും. സോ ഇവിടുന്ന് എന്തായാലും ഇത്രയും ലിക്വിഡിറ്റി ക്ലിയർ ചെയ്ത സ്ഥിതിക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, ഒന്ന് മാർക്കറ്റ് എന്ത് ചെയ്യാം, പുൾ ബാക്ക് നടത്താം. ആ പുൾ ബാക്ക് എൻട്രി മാത്രം എന്ത് ചെയ്യാം, ഒരു 1:3 ഒക്കെ എടുത്തിട്ട് സേഫ് ആക്കി വെക്കുക. വലിയ റിവാർഡിലോട്ട് വെക്കരുത്. ഓക്കെ, ദെൻ പിന്നെ മാർക്കറ്റിന്റെ ബിഹേവിയർ അനുസരിച്ചിട്ട് സെല്ലിലോട്ടാണെങ്കിൽ സെല്ല് പിടിച്ചിട്ട് എന്ത് ചെയ്യാൻ വരാം. ഓക്കെ, അപ്പൊ ഇവിടെ ഗോൾഡിൽ നമ്മൾ ഇന്ന് ഇങ്ങനെ വേണം എന്ത് ചെയ്യാൻ, പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടുന്ന് എപ്പോഴും കൺഫർമേഷൻ എൻട്രി മാർക്കറ്റിന്റെ ബിഹേവിയർ നോക്കിയിട്ട് കയറാം. ഇവിടുന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഡയറക്റ്റ് എൻട്രി കാര്യങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യാം, മാർക്കറ്റ് കയറാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മൾ ഗോൾഡിന്റെ ഒരു പേഴ്സണൽ വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ GBP USD. ഓക്കെ, GBP USD നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് എന്താണ്, ആകെ ഡിസോർഡർ ആയിട്ടൊരു പ്രോപ്പർ സ്ട്രക്ചർ ഇല്ലാത്ത ഒരു ഏരിയക്ക് എടുക്കുകയാണ്. സോ വെയിറ്റ് ചെയ്യണം, മാർക്കറ്റിന്റെ ബിഹേവിയർ നോക്കണം എന്നുള്ളത് അല്ലെ. നമ്മൾ ഇവിടെ 4 ഹവറിന്റെ ഒരു RB പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് കുറച്ചും കൂടി സ്ട്രോങ് ഉള്ളത്. ഈ ലിക്വിഡിറ്റീസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് ഇവിടുന്ന് ഇറങ്ങുകയാണെങ്കിൽ ഇറങ്ങുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതൊരു 1:1 ഒക്കെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇറങ്ങിയിട്ടുണ്ട് അല്ലെ. ഒരു 12 പിപ്പോളം എന്ത് ചെയ്തിട്ടുണ്ട്, ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം ഒന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്ത് റിസ്ക് ഏരിയ ഒക്കെ ആണെങ്കിൽ ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്യണം എന്നുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എടുക്കണ്ട, അത്ര റിസ്ക് പ്രോപ്പർ ട്രേഡ് അല്ലെങ്കിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ റിസ്ക് കുറച്ച് ചെയ്യുക. ഒരു 1:1 ഒക്കെ ആയി കഴിഞ്ഞാൽ ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. കണ്ടോ, മാർക്കറ്റ് അവിടെ നിന്നില്ല, മാർക്കറ്റ് എന്ത് ചെയ്തു, അതിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോയി അല്ലെ. ആ ഒരു പ്ലാൻ എന്ത് ചെയ്തിട്ടില്ല, വർക്ക്ഔട്ട് ആയിട്ടില്ല. ഓക്കെ, ഒരു 4 ഹവറിന്റെ RB കാര്യങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, വർക്ക്ഔട്ട് ആയിട്ടില്ല. ഓക്കെ, ദെൻ ഇവിടെ മാർക്കറ്റിൽ എന്ത് ചെയ്തു, ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയി അല്ലെ. നമ്മളെ പ്ലേ ഗ്രൗണ്ട് ഇതായിരുന്നു, കൺജസ്റ്റഡ് ഏരിയ ആയിരുന്നു. അതിന് ഇവിടെ മാർക്കറ്റ് മേലോട്ട് ബ്രേക്ക് ചെയ്തു അല്ലെ. ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയി, വിച്ച് മീൻസ് ഡൗൺ ട്രെൻഡ് എവിടേക്ക് തിരിഞ്ഞു, അപ് ട്രെൻഡ് തിരിഞ്ഞു അല്ലെ. ജസ്റ്റ് 4 ഹവർ നോക്കാം, 4 ഹവറിന്റെ പുൾ ബാക്ക് ആണ് അല്ലെ. 4 ഹവറിൽ ഡൗണിലാണ് മാർക്കറ്റ് ഉള്ളത്, പുൾ ബാക്ക് ആണ്. പുൾ ബാക്ക് വന്നിട്ടായിരിക്കും മാർക്കറ്റ് എന്ത് ചെയ്യുക, താഴത്തോട്ട് വീണ്ടും എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ പുൾ ബാക്കിനെ ട്രസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബൈ സൈഡ് എൻട്രി നോക്കാം. ഇന്ന് നമ്മളെ പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചേഞ്ച് ആയതോട് കൂടിയിട്ട് ഇവിടെ ഹൈ കൺഫേം ആയില്ല, ഇവിടെ കൺഫേം ആയില്ല, ഇവിടെ കൺഫേം, ഇവിടെയും കൺഫേം ആയില്ല. ഫൈനലി ഇവിടെയാണ് കൺഫേം ആയിട്ടുള്ളത് അല്ലെ. അപ്പൊ ഈ ഒരു ഹൈ കൺഫേം ആയി,
ഈ ഒരു ലോ കൺഫേം ആയി അല്ലേ? ലോ ഓൾറെഡി നമുക്കറിയാം എന്താണ്. ഓക്കെ, ഒരു മിനിറ്റ്. യെസ്, ഓക്കെ ഫൈൻ. ഇവിടെ ഓൾറെഡി ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയി കഴിഞ്ഞാൽ ഈ ഒരു ലോ കൺഫേം ആവുന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഈ ലോ മുതൽ നമ്മൾ എന്ത് ചെയ്യാണ്, മേലോട്ട് ട്രേഡിംഗ് റേഞ്ച് എന്ത് ചെയ്യാണ്, വർക്കാണ്. ഓക്കെ ഓക്കെ, ഇതാണ് നമ്മുടെ പ്ലേ ഗ്രൗണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്യണം, മാർക്കറ്റ് പുൾ ബാക്ക് നടത്തി ഡിസ്കൗണ്ടിലോട്ട് എത്തിയിട്ടാണ് മാർക്കറ്റ് പോവുക. ഓക്കെ, അങ്ങനെ നോക്കുന്ന ടൈമിൽ ഇവിടെയാണ് ഒരു പ്രോപ്പർ ഏരിയ ഉള്ളത്. ഓക്കെ, നല്ലൊരു ഫ്രഷ് ഏരിയ ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നല്ല രീതിയിൽ ആവശ്യത്തിനുള്ള ലിക്വിഡിറ്റീസ് കാര്യങ്ങളൊക്കെ ഫോം ചെയ്തിട്ടാണ് മാർക്കറ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ട്രേഡ് കാര്യങ്ങൾ നോക്കാം. ഇവിടുന്ന് ലിക്വിഡിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രീം ലെവലിലേക്ക് പോകാനുള്ള ചാൻസസ് കുറവാണ്. ലിക്വിഡിറ്റീസ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടുന്ന് ഡയറക്റ്റ് എൻട്രി നോക്കുക, ഈ ഒരു ഏരിയ ഫോക്കസ് ചെയ്യുക. ഇങ്ങോട്ട് എത്താനുള്ള ചാൻസ് കുറവാണ്. ഞാൻ ഇവിടെ ഇതിനൊക്കെ ലിക്വിഡിറ്റീസ് ഓൾറെഡി ഉണ്ടാക്കി വെക്കും, താഴത്തോട്ട് വരും. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, പ്യുവർലി ഒരു എൻട്രി എടുത്ത് പോകാൻ പറ്റും. ഓക്കെ, ഇനി അതല്ല പുതിയ ബ്രേക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ട്രസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ലോ പോയിന്റ് എന്നൊക്കെ നോക്കുകയും ചെയ്യാം, പുതിയ ബ്രേക്ക് ചെയ്ത് പോകണം, സ്ട്രക്ചർ മാറുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അതാണ് നമ്മുടെ GBP/USD ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ EUR/USD അല്ലെ, EUR/USD നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പിലോട്ട് തിരിഞ്ഞിട്ടുണ്ട്, അപ്സൈഡ് ആണ് എന്നുള്ളത് അല്ലെ. നമ്മൾ ഈ ഒരു ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ രണ്ട് ഏരിയയിലോട്ട് മാർക്കറ്റ് എത്തിയിട്ടില്ല. മാർക്കറ്റ് എന്ത് ചെയ്തു, അവിടുന്ന് തന്നെ മേലോട്ട് എന്ത് ചെയ്തു, തിരിഞ്ഞു. ഓക്കെ, ഇവിടുന്ന് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയി. ദെൻ ഇവിടെ എന്ത് ചെയ്തു, ഈ ഒരു ഹൈ കൺഫേം ആയി അല്ലെ. ഇവിടെ ഈ ഒരു ഹൈ കൺഫേം ആയിട്ടുണ്ട്, ഓൾറെഡി 3 ക്യാൻഡിൽ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. പക്ഷെ ഇതാണ് ഈ ലേറ്റസ്റ്റ് ഹൈ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞത് എപ്പോഴും അതിന്റെ ഒരു എൻഡ് പിടിക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇത് ബോഡി ബ്രേക്ക് ആണെങ്കിൽ ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു. ഇത് ബിഗ് ബ്രേക്ക് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരില്ല. സോ ഇതൊരു ഹൈ ആക്കിയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഉണ്ടാക്കിയ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന്റെ ലോവസ്റ്റ് പോയിന്റും കൺഫേംഡ് ഹൈയും അല്ല, ഇതാണ് നമ്മുടെ പ്ലേ ഗ്രൗണ്ട്. ഓൾറെഡി മാർക്കറ്റ് എന്തിൽ നിൽക്കുകയാണ്, ആ ഒരു എൻഡിൽ നിൽക്കുകയാണ്, എക്സ്ട്രീമിൽ നിൽക്കുകയാണ് അല്ലെ. ഇവിടെ നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്, ഒരു ഡിമാൻഡ് സോൺ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബൈ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, മാർക്കറ്റിൽ ഓൾറെഡി ഉള്ള ലിക്വിഡിറ്റീസ് ഒക്കെ ക്ലിയർ ചെയ്തു, ഏഷ്യൻ ലോ ലിക്വിഡിറ്റി ഉണ്ട്, ഇത് ക്ലിയർ ചെയ്തിട്ട് ഇവിടുന്ന് മാർക്കറ്റ് നോക്കാം. ഇതിനൊന്ന് പ്രിസൈസ് ചെയ്യുന്ന ടൈമിൽ ഒന്നും കൂടെ ഫിൽട്ടർ ചെയ്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 മിനിറ്റ്സിൽ ഉണ്ടോ നോക്കാം. അതായത് ആ വലിയ പോയിന്റിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് പ്രിസൈസ് ചെയ്യാം, ലോവർ ടൈം ഫ്രെയിമിൽ ഒന്ന് സ്വിച്ച് ചെയ്യാം. സ്വിച്ച് ചെയ്യുന്ന ടൈമില് ഓക്കെ, ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയ, യെസ്, ഈ ഒരു 1 മിനിറ്റിന്റെ പോയിന്റ്. ഓക്കെ, ഇത് ഓക്കെയാണ്, പെർഫെക്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ ഓക്കെ, ഈ ഒരു പോയിന്റ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാം, 1 മിനിറ്റിന്റെ ഈ ഒരു പോയിന്റ് കേട്ടോ. അതായത് ആ 15 മിനിറ്റിന്റെ പോയിന്റ് തന്നെ നമ്മൾ അതിന്റെ ഉള്ളിൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ എന്ത് ചെയ്തു, പ്രിസൈസ് ചെയ്ത് എന്ത് ചെയ്തു, കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ ഇത് നല്ലൊരു ഇപ്പൊ 3 ട്രേഡില് അല്ലെങ്കിൽ 3 പെയറില് EUR/USD ആണ് കുറച്ച് നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, അതിന് ഇവിടുന്ന് കയറണ്ട, ഇത് പ്രിസൈസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഏരിയയിൽ എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈ ഒരു നടുവിലുള്ള ഈ ഒരു സെന്ററിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് എൻട്രി കയറാം. ഓക്കെ, കാരണം ഇവിടെ ഓൾറെഡി മേലെ ഇത്രയും ലിക്വിഡിറ്റീസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മാർക്കറ്റ് നേരെ എന്ത് ചെയ്യാം, എക്സ്പാൻഷനിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ലെവലിൽ നല്ല റിവാർഡ് ക്യാച്ച് ചെയ്യുന്ന ട്രേഡ്. ഓക്കെ, അപ്പൊ ഇത് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിമ കയറാം. അപ്പൊ GBP-യിലും അതുപോലെ തന്നെ ഗോൾഡിലും പ്രോപ്പർ ഒരു ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോയിൽ പ്രോപ്പർ സെറ്റപ്പ് ഇല്ല. EUR/USD പെർഫെക്റ്റ് ആണ്. ഓക്കെ, ഓൾറെഡി ഇവിടെ ലിക്വിഡിറ്റീസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇവിടെ എക്സ്ട്രീമിലാണ്, നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി. യൂറോ നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇന്ന് ഒന്ന് ഫോക്കസ് ആവുക കേട്ടോ. യൂറോ ബൈ സൈഡിലോട്ട് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് തന്നെ കയറാം, കുഴപ്പമില്ല. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്നത്തെ 3 പ്ലാന്. 3 യൂറോ ആണ് മെയിൻ ഫോക്കസ്. ഓക്കെ, പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ആവുന്നത് എന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ ഇതെപ്പോഴും ഞാൻ എന്നും പറയുന്ന പോലെ ഒരു ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷൻ ആയിട്ടൊന്നും ആരും കാണണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അനാലിസിസിന് വേണ്ടിയിട്ടുള്ള ഒരു റെഫറൻസ് ആയിട്ട് മാത്രം കാണാം. ഓക്കെ, നിങ്ങൾ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് കണ്ടിട്ട് പ്രോപ്പർ പ്ലാൻസ് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ബ്ലൈൻഡ്ലി പോയിട്ട് നിങ്ങൾ ആരും ട്രേഡ് എടുക്കണ്ട. നിങ്ങൾ അനാലിസിസ് കൂടെ ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, ട്രേഡ്സ് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.